നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനിൽ വലിയ ആക്രമണമാണ് ഇപ്പോൾ യുഎസും ഇസ്രയേലും ചേർന്ന് തുടങ്ങിയിരിക്കുന്നത്. രാജ്യതലസ്ഥാനമായ ടെഹ്റാനിൽ വലിയ മിസൈൽ ആക്രമണങ്ങൾ. ഖമനേയിയുടെ ഓഫീസിന് തൊട്ടടുത്തായിരുന്നു ആദ്യ മിസൈലുകൾ പതിച്ചത്. ഇതോടെ ഇറാനിൽ വലിയ പരിഭ്രാന്തി. ടെഹ്റാനിലെ യൂണിവേഴ്സിറ്റി സ്ട്രീറ്റിലും ജോംഹൌറി പ്രദേശത്തുമാണ് നിരവധി തവണ സ്ഫോടനങ്ങൾ ആദ്യഘട്ടത്തിൽ നടന്നത്. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ആരംഭിച്ച ആക്രമണം. ഒരു വശത്ത് ഇറാനിൽ അതിശക്തമായ ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടു, മറുവശത്ത് ഇറാൻ തിരികെ ചില മിസൈലുകൾ പ്രയോഗിച്ചു തുടങ്ങി. ഇസ്രയേലിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ സൈറൺ മുഴങ്ങുന്നു. ടെഹ്റാനിൽ പൂർണ്ണമായി മൊബൈൽ ഫോണുകളുടെ സേവനം നഷ്ടപ്പെട്ടു. ഇന്റർനെറ്റും ഉടൻ തടസ്സപ്പെടുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വിട്ടുവീഴ്ചയില്ല, ഇനി ആക്രമണം മാത്രം. ഇറാനെതിരെയുള്ള തങ്ങളുടെ സൈനിക നീക്കത്തിന് ഇസ്രയേൽ ലയൺസ് റോർ സിംഹഗർജനം എന്ന് പേരിട്ടു. ഇറാൻ മിസൈലുകളെ പ്രതിരോധിക്കുന്നതിനിടയിൽ വടക്കൻ ഇസ്രയേലിൽ ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. ഒരു വശത്ത് ആണവ ചർച്ചകളെ ചൊല്ലി സംഘർഷം രൂക്ഷമായി നിൽക്കുന്നു. മറുവശത്ത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ഇറാനെ കടന്നാക്രമിക്കാനുള്ള ട്രംപിന്റെ തീരുമാനം. ആദ്യ ആക്രമണം ഇറാൻ തലസ്ഥാനത്ത് തന്നെ. ഖമനേയെ വിറപ്പിച്ചുകൊണ്ട് അമേരിക്ക അതിന് തുടക്കമിട്ടു. ആദ്യ ആക്രമണങ്ങളിൽ ഇറാൻ പകച്ചു നിന്നു എങ്കിലും പിന്നീട് തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഇറാൻ നടത്തുന്നത്. ഇസ്രയേലിന് നേർക്ക് ഇറാൻ മിസൈലുകൾ വിക്ഷേപിക്കുന്നു. ആദ്യ ആക്രമണം ഖമനേയുടെ ഓഫീസിന് സമീപത്തായിരുന്നു. തുടർന്ന് ഖമനേയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. യുഎസുമായുള്ള സംഘർഷം വർദ്ധിച്ചതിനെ തുടർന്ന് കുറച്ചു ദിവസങ്ങളായി അദ്ദേഹത്തെ പൊതുവേദികളിൽ കണ്ടിരുന്നില്ല. മേഖലയിൽ വലിയ തോതിൽ യുദ്ധവിമാനങ്ങളും പടക്കപ്പലുകളുമൊക്കെ യുഎസ് വിന്യസിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാന് നേർക്കുള്ള ഈ കടന്നാക്രമണം. ആഴ്ചകളോളം നീണ്ടുനിന്ന പ്രാദേശിക സംഘർഷങ്ങൾ, തുടർന്ന് വളർന്നുവന്ന സംഘർഷ ഭീഷണികൾ. നമ്മൾ അവരുടെ മിസൈലുകൾ നശിപ്പിക്കുകയും അവരുടെ മിസൈൽ വ്യവസായം നിലംപരിശാക്കുകയും ചെയ്യും. ഉഗ്രശബ്ദമാണ് ഇപ്പോൾ ട്രംപ് എടുത്തിരിക്കുന്നത്. അവരുടെ മിസൈൽ ശേഖരം പൂർണ്ണമായി നശിപ്പിക്കപ്പെടും. അവരുടെ നാവികസേനയെ ഉന്മൂലനം ചെയ്യാൻ പോകുന്നു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. മേഖലയിലെ തീവ്രവാദ പ്രോക്സികൾക്ക് ഇനി മേഖലയെയോ ലോകത്തെയോ അസ്ഥിരപ്പെടുത്താനാവില്ല എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഭരണകൂടത്തെ അട്ടിമറിക്കുക തന്നെയാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഇറാനുമായി നിരവധി ദിവസത്തെ സംഘർഷത്തിനാണ് അമേരിക്കയും ഇസ്രയേലും ചേർന്നെടുത്തിരിക്കുന്ന തീരുമാനം. അതിമാരകമായ ആക്രമണമാണ് അവർ വിഭാവനം ചെയ്യുന്നത്. ഇക്കഴിഞ്ഞ 12 ദിന യുദ്ധത്തെക്കാൾ 10 മടങ്ങ് വ്യാപ്തിയുള്ള കൂടുതൽ ശക്തമായ ആക്രമണം. ഇറാന്റെ പെരുമാറ്റത്തിൽ താൻ ഒട്ടും തൃപ്തനല്ല എന്നാണ് ട്രംപ് പറയുന്നത്. 86-കാരനായ ഖമേനി ഇപ്പോൾ ആക്രമണത്തിൽ വിറപൂണ്ട് ബങ്കറിൽ ഒളിച്ചിരിക്കുന്ന കാഴ്ച. ആക്രമണത്തെക്കുറിച്ചുള്ള ആദ്യ വാർത്തകൾ ഇസ്രയേലിൽ നിറഞ്ഞത് ഇന്ന് രാവിലെ 8:13. തുടർന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് ഒരു പ്രസ്താവന നടത്തി. ഇസ്രയേൽ രാജ്യത്തിന് നേരെയുള്ള ഭീഷണികൾ ഇല്ലാതാക്കുന്നതിനായി ഇറാനെതിരെ ഒരു മുൻകൂർ ആക്രമണം നമ്മൾ നടത്തി. സിംഹത്തിന്റെ ഗർജനമെന്നാണ് ഈ ആക്രമണത്തിന് പേരിട്ടിരിക്കുന്നതെന്ന് ഇസ്രയേൽ. തുടർന്ന് രാജ്യമെമ്പാടും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഇസ്രയേൽ പ്രതിരോധ മന്ത്രി. ജനങ്ങളോട് ബോംബ് ഷെൽട്ടറുകൾക്ക് സമീപം തുടരാൻ ഇസ്രയേൽ സർക്കാർ ആവശ്യപ്പെട്ടു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ സിവിലിയൻ വിമാനങ്ങൾക്ക് വ്യോമാതിർത്തി അടച്ചിട്ടുവെന്നും ഇസ്രയേൽ അറിയിപ്പ്. ഇറാനിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ ടെഹ്റാനിൽ വലിയ പുക ഉയരുന്നത് വ്യക്തമാണ്. പകൽ സമയത്തെ ആക്രമണമാണ് ഇറാനികളെ ഇത്രയേറെ ഭയപ്പെടുത്തിയത്. ഇത് ഇറാനികളെ അത്ഭുതപ്പെടുത്തി. കഴിഞ്ഞ 12 ദിവസ യുദ്ധത്തിനിടയിൽ ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ യുഎസ് ബോംബർമാർ കൃത്യമായ ആക്രമണം നടത്തിയിരുന്നു. ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന ആക്രമണത്തെക്കാൾ 10 മടങ്ങ് കൂടുതൽ ശക്തമായ ആക്രമണമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്ന് യുഎസ് വ്യക്തമാക്കി. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിലെ അംഗങ്ങളോടും സായുധ സേനയിലെ എല്ലാ ഉദ്യോഗസ്ഥരോടും പോലീസിനോടും ഞാൻ ഇന്ന് രാത്രി പറയുന്നു, നിങ്ങൾ ആയുധങ്ങൾ താഴെ വെച്ച് കീഴടങ്ങുക, അല്ലെങ്കിൽ നിങ്ങൾ മരണം നേരിടേണ്ടി വരുമെന്നാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആയുധങ്ങൾ താഴെ വെച്ച് കീഴടങ്ങുക. പൂർണ്ണ പ്രതിരോധ ശേഷിയോടെ നിങ്ങളോട് നീതിപൂർവ്വം പെരുമാറും ഞങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മരണമുറപ്പ്. ഇറാനിലെ മഹത്തുക്കളായ വ്യക്തികളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ സമയം അടുത്തിരിക്കുന്നു. സുരക്ഷിതരായി ഇരിക്കുക. നിങ്ങളുടെ വീട് വിട്ട് പുറത്തിറങ്ങരുത്.
പുറത്ത് വളരെ അപകടകരമാണ്. നമ്മൾ കാര്യങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ സർക്കാർ നിങ്ങളുടെ ഭരണം ഏറ്റെടുക്കും. അതുവരെ നിങ്ങൾ കാത്തിരിക്കൂ എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ. ഖത്തർ ഉൾപ്പെടെ ഗൾഫ് മേഖലയിലുടനീളം തികഞ്ഞ ജാഗ്രത. ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ മിക്ക സർക്കാരുകളും ആവശ്യപ്പെടുന്നു. നേരത്തെ ഇറാന് സമീപം അമേരിക്ക തങ്ങളുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകൾ അടക്കം വിന്യസിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം ജനീവയിലെ ആണവ ചർച്ചകളിൽ തീരുമാനമൊന്നും ഉണ്ടാകാതിരുന്നതോടെ US-ൽ നിന്ന് ശക്തമായ ആക്രമണമുണ്ടാകും എന്ന ഭീതി ലോകമാകെ പടരുന്നു. ഇക്കഴിഞ്ഞ ദിവസം ജനീവയിലെ ആണവ ചർച്ചകളിൽ തീരുമാനമൊന്നും ഉണ്ടാകാതിരുന്നതിനെ തുടർന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തന്റെ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ഫെബ്രുവരി പകുതിയോടെ ചർച്ചകൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ തങ്ങളുടെ കൈവശമുള്ള 400 കിലോഗ്രാം യുറേനിയം ശേഖരത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഇറാൻ അറിയിച്ചിരുന്നു. എങ്കിലും തങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള യുറേനിയം സമ്പുഷ്ടീകരിക്കുമെന്നും മിസൈൽ പദ്ധതികൾ ചർച്ചാ വിഷയമാക്കില്ല എന്നും ഇറാൻ ശഠിച്ചു. ഇറാന്റെ ഇസ്ഫഹാനിലെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളിൽ 60% വരെ സമ്പുഷ്ടീകരിച്ച് യുറേനിയം ശേഖരിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ഇസ്രയേലിനെ പ്രകോപിപ്പിച്ചു. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കാതെ യാതൊരുവിധ ചർച്ചയ്ക്കുമില്ല എന്ന് വാശി ഇടയ്ക്ക് ഇറാൻ പ്രകടിപ്പിച്ചു. ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ 10 ദിവസത്തിനുള്ളിൽ ഒരു ധാരണയിലെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ യുദ്ധം മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലുള്ള പോംവഴി എന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ കാലഘട്ടത്തിൽ അമേരിക്ക നടത്തിയ ഏറ്റവും വലിയ സൈനിക വിന്യാസം നമ്മൾ കണ്ടത്. USS ജെറാൾഡ് ഫോർഡ്, USS എബ്രഹാം ലിങ്കൺ എന്നീ വിമാനവാഹിനി കപ്പലുകൾക്ക് പുറമെ നൂറുകണക്കിന് യുദ്ധവിമാനങ്ങൾ മേഖലയിൽ നിലയുറപ്പിച്ചു. ഇതിനു മറുപടിയായി ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഹോർമൂസ് കടലിടുക്ക് താൽക്കാലികമായി അടയ്ക്കുകയും മിസൈലുകൾ ഉപയോഗിച്ച് സൈനികാഭ്യാസം നടത്തുകയും ചെയ്തു. US സൈനിക കപ്പലുകളെ തകർക്കാൻ ശേഷിയുള്ള CM-302 മിസൈലുകൾ ചൈനയിൽ നിന്ന് വാങ്ങാൻ ഇറാൻ തീരുമാനമെടുത്തു. ഇതോടെ ആക്രമണത്തിന് കാത്തു നിൽക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് US കടന്നു. അമേരിക്കൻ ജനതയ്ക്ക് പ്രതിരോധം തീർക്കലാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ട്രംപ് പറയുന്നു. ഇറാനിൽ എവിടെ വേണമെങ്കിലും ഇനി ബോംബ് വർഷം ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇറാന്റെ നാവികസേനയും മിസൈൽ കേന്ദ്രങ്ങളെയും ഞങ്ങൾ തകർക്കും. US-നെ ലക്ഷ്യമിട്ട് ദീർഘദൂര മിസൈൽ ഇറാൻ നിർമ്മിക്കാൻ ശ്രമിച്ചു. ഇത് ചെയ്യരുത് എന്ന് പലതവണ ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാൻ ആണവായുധം സ്വന്തമാക്കില്ല എന്ന് അമേരിക്ക ഉറപ്പുവരുത്തുമെന്നും ട്രംപിന്റെ പ്രഖ്യാപനം. അമേരിക്കൻ സായുധ സേനയുടെ ശക്തി ആരും വെല്ലുവിളിക്കരുത് എന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു. ഈ നടപടി അനിവാര്യമായ ഒന്ന് തന്നെ. എല്ലാ സ്ഥലങ്ങളിലും ബോംബ് വീഴും. അതുകൊണ്ട് തന്നെ ഇറാൻ ജനങ്ങൾ ഈ രാത്രി സുരക്ഷിതയിടങ്ങളിൽ കഴിയണമെന്നാണ് ട്രംപിന്റെ ആഹ്വാനം. എപ്പോഴും കരുതിയിരിക്കണം, അതീവ ജാഗ്രത പാലിക്കുക. ഇസ്രയേലിലെ ഇന്ത്യൻ പൗരന്മാരോട് ഇന്ത്യൻ സർക്കാർ പറയുന്നു. ലോകം ഭയപ്പെടുന്ന യുദ്ധത്തിനാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. മേഖലയാകെ യുദ്ധഭീതിയിൽ. ഇപ്പോഴിതാ ഇറാഖിന്റെ വ്യോമാതിർത്തിയിൽ നിരവധി യുദ്ധവിമാനങ്ങൾ. അമേരിക്കയും ഇസ്രയേലും ഒരുമിച്ചുള്ള ഈ യുദ്ധത്തിൽ ഇറാനിലെ നിരവധി സൈനിക ലക്ഷ്യങ്ങളാണ് അവർ ഇപ്പോൾ ലക്ഷ്യം വച്ചിരിക്കുന്നത്. ബഹ്റിനിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തിയതിനെ തുടർന്ന് ബഹ്റിനിലും ഇപ്പോൾ സൈറണുകൾ മുഴങ്ങുന്നു. ഇസ്രായേൽ, ഖത്തർ, UAE എന്നിവിടങ്ങളിലെ അമേരിക്കക്കാർക്ക് സുരക്ഷിതയിടങ്ങളിൽ അഭയം നൽകണമെന്ന് US അഭ്യർത്ഥിച്ചു. ഇസ്രായേലിനെതിരെയും കപ്പൽ ഗതാഗത മാർഗങ്ങളിലുമൊക്കെ വീണ്ടും ആക്രമണം നടത്തുമെന്നാണ് ഇറാൻ പിന്തുണയുള്ള ഹൂഥികളുടെ വെല്ലുവിളി. മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ ആദ്യ തരംഗം ആരംഭിച്ചുവെന്ന് ഇറാന്റെ IRGC പറയുന്നു. ഇസ്രയേലിൽ പക്ഷേ ഇതുവരെ ആർക്കും പരിക്കേറ്റില്ല എന്നാണ് ഇസ്രയേൽ നിലപാട്. ഇറാന്റെ അസ്തിത്വ ഭീഷണി നീക്കം ചെയ്യുന്നതിനും ഇറാനികൾക്ക് അവരുടെ വിധി മാറ്റാനുമുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കലാണ് ഈ ആക്രമണത്തിലൂടെ തങ്ങൾ ലക്ഷ്യമിടുന്നത് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. എൻ്റെ സഹോദരന്മാരെ, ഇസ്രയേലിലെ പൗരന്മാരെ, ഇറാനിലെ ഭീകര ഭരണകൂടം ഉയർത്തുന്ന അസ്തിത്വ ഭീഷണി ഇല്ലാതാക്കാൻ ഇസ്രയേലും അമേരിക്കയും ഒരു ഓപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ഈ കൊലപാതക ഭീകര ഭരണകൂടത്തെ മുഴുവൻ മനുഷ്യരാശിയെയും ഭീഷണിപ്പെടുത്താൻ പ്രാപ്തമാക്കുന്ന ആണവായുധങ്ങൾ കൈവശപ്പെടുത്താൻ അനുവദിക്കരുത്. അതുകൊണ്ട് തന്നെ ആക്രമണം മാത്രമാണ് തങ്ങൾക്ക് മുന്നിലുള്ള പോംവഴിയെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. അതിശക്തമായ ആക്രമണമാണ് ഇപ്പോൾ അമേരിക്ക തുടക്കമിട്ടിരിക്കുന്നത്. തിരിച്ചടിക്കാൻ നിർവാഹമില്ലാതെ കുഴഞ്ഞു നിൽക്കുകയാണ് ഇറാൻ. കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.